വാർത്തകൾ വിശദമായി. കിഫ്ബി മസാല ബോണ്ടിനെതിരായ ആരോപണം വീണ്ടും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയുടെ പലിശ നിരക്കും റിസർവ് ബാങ്കുമായി ആലോചിച്ചാണ് തീരുമാനിച്ചത്. നാടിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന ഫണ്ട് വാങ്ങുന്നത് എതിർക്കുന്നത് വികസനം തടയാനും വിവാദമുണ്ടാക്കാനുമാണ്. ബിജെപിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. നിരവ് മോദിക്ക് ഫണ്ട് നൽകിയത് SBI ആണ്. SBIയിൽ നിന്നും പണം വാങ്ങിയാൽ നിരവ് മോദിയിൽ നിന്നും വാങ്ങുന്നതാകുമോ എന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് ചോദിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സജിത്തും മലപ്പുറത്ത് നിന്ന് അനുമോദും ചേരുന്നു. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, കിഫ്ബി ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വീണ്ടും മറുപടി പറഞ്ഞിരിക്കുകയാണ്. വികസനത്തെ എതിർക്കുന്നവരും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ചെറുക്കാൻ മാത്രം ബലമുള്ളതാണോ മുഖ്യമന്ത്രിയുടെ മറുവാദങ്ങൾ? രേണുക, കിഫ്ബി ബോണ്ട് വിവാദം അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം ഇത് പരമാവധി തെരഞ്ഞെടുപ്പ് വേദികൾ ഈ വിഷയം ഉന്നയിക്കുകയാണ്. ഇതോടുകൂടി ഇതിന് കൃത്യമായ വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്ക് സർക്കാരും വന്നിരിക്കുന്നു. ഇതാണിപ്പോൾ ഇടതു നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കാണുന്ന പ്രധാന കാഴ്ചയും. ഇന്നും മുഖ്യമന്ത്രി കിഫ്ബി ബോണ്ട് വിവാദം അതിൽ സർക്കാരിൻ്റെ ഭാഗം വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായിട്ടും പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു വിവാദത്തിന് അടിസ്ഥാനമില്ല. കാരണം ലാവ്ലിൻ കമ്പനിയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. ലാവ്ലിൻ്റെ പേര് പരാമർശിക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് ഇത് ഫണ്ട് സംസ്ഥാനത്ത് ലഭ്യമാക്കിയത് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വികസന വിഷയങ്ങളിൽ പ്രതിപക്ഷം പുലർത്തുന്ന ഒരു നിലപാടാണ് ഇതോടുകൂടി പുറത്തു വന്നു എന്നതാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഇത്തരത്തിൽ ശക്തമായ പ്രതിരോധം ഉയർത്തി തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കിഫ്ബി ബോണ്ട് വിവാദത്തിൽ അത് ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണെങ്കിൽ കൂടിയും അതിൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം വരുന്നത്. കാരണം മുഖ്യമന്ത്രി അനാവശ്യ ഇടപെടൽ നടത്തി, ധനമന്ത്രിയെ മറികടന്നുകൊണ്ടുള്ള ചില ചർച്ചകൾ നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. സമാനമായ നിലപാടിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. എന്തായാലും പ്രതിപക്ഷം പരമാവധി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെ കൃത്യമായ വിശദീകരണം നൽകാൻ തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. ശരി, തുടരുക സജിത്ത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹം എന്നൊക്കെ പ്രതിപക്ഷ ആരോപണം ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നത്. വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഫണ്ട് നൽകാൻ തയ്യാറായപ്പോൾ ഉടനെ പ്രതിപക്ഷ നേതാവും BJPയുടെ ചിലരും ഒന്നിച്ച്, സാധാരണ അങ്ങനെയാണ്, ഈ BJP പ്രതിപക്ഷ നേതാവും എപ്പോൾ ഒന്നിച്ചാണ് കാര്യങ്ങൾ പറയുക. അങ്ങനെയൊരു നിലയുണ്ട് അതിന്. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. നീരവ് മോദിക്ക് ഫണ്ട് കൊടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയാൽ നീരവ് മോദിയിൽ നിന്ന് വാങ്ങലാകും. അത് നീരവ് മോദിയായിട്ടുള്ള ബന്ധമാകും. വിജയ് മല്യക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് കൊടുത്തെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് വിജയ് മല്യയുമായി ബന്ധപ്പെടുന്നതിന് തുല്യമാകും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് വാങ്ങിയത്. ഇപ്പോൾ ശ്രീ CP ജോൺ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ CP ജോൺ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ് ഉദാഹരണ സഹിതം. കിഫ്ബിയുടെ പലിശ നിരക്കൊക്കെയും നിശ്ചയിക്കുന്നത് റിസർവ് ബാങ്കുമായി ആലോചിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തള്ളുന്നു. ഒപ്പം വികസനത്തിന് തടസ്സം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യം പഠിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ ഇവിടെ ഒന്നാമത്തെ പ്രശ്നം, കിഫ്ബി ഇറക്കിയിട്ടുള്ള ബോണ്ടിന് എന്തിനെ ഇത്രയധികം പലിശ കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് ബോണ്ടുകൾ, മസാല ബോണ്ടുകൾ വിറ്റഴിയാതെ കിടക്കുകയാണ്. ഒരു കമ്പനിയും വിദേശത്ത് നിന്ന് മസാല ബോണ്ടുകൾ എടുക്കുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. വാസ്തവത്തില് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ അതുപോലെ തന്നെ നിരവധി കേന്ദ്ര കമ്പനികളെ പോലെ അവരൊക്കെ മസാല ബോണ്ട് എടുക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, മസാല ബോണ്ടുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിലനിൽക്കുമ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള മസാല ബോണ്ട് റേറ്റിൽ നിന്ന് ഏതാണ്ട് 1% ഉയർന്ന പലിശയ്ക്ക് എന്തിനാണ് കേരള ഗവൺമെന്റ് ബോണ്ട് വാങ്ങിയത്? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മസാല ബോണ്ട് വാങ്ങുന്നതിന് ഞാൻ എതിരല്ല.
രണ്ട്, ഈ കമ്പനി ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് പാലിച്ചതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 പേർ കടമെടുത്താൽ ആദ്യത്തെ കടമെടുപ്പ് ആളും രണ്ടാമത് കടമെടുത്ത ആളും തമ്മിൽ കൂട്ടുകാരാണെന്ന് പറയുന്ന സംബന്ധമാണ്. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. ഇവിടുത്തെ സ്ഥിതി കനേഡിയൻ കമ്പനിയിൽ നിന്നും ലാവ്ലിൻ കടമെടുത്തിട്ടുണ്ട് എന്നതല്ല. ലാവ്ലിൻ കമ്പനിക്ക് ഈ കനേഡിയൻ കമ്പനിയിൽ നിർണായകമായ സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ ബോണ്ടുകൾ എടുക്കാൻ ആരും ഇവിടെ സന്ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഓൺലൈനിലായിട്ട് ആർക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന കാര്യമാണ്. എന്തിനാണ് ഈ കമ്പനിയുടെ പ്രതിനിധികൾ ഇവിടെ വന്ന് കിഫ്ബിയുടെ ബന്ധപ്പെട്ട ആളുകളെ കണ്ടത്, എന്തിനാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇത്തരത്തിൽ ബോണ്ടുകൾ എടുക്കുന്ന രീതിയോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും മസാല ബോണ്ടുകൾ റുപ്പി അടിസ്ഥാനത്തിൽ രൂപയായി വാങ്ങിക്കുന്നത് കേരളത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഒളിച്ചു വെക്കുകയാണ് ഇടതുമുന്നണി ചെയ്തത്. അത് വിശദീകരിക്കും തോറും അവർ കൂടുതൽ ആഴമുള്ള ചളിയിലേക്ക് നടന്നു നീങ്ങും. ശ്രീ സി പി ജോൺ, ഇവിടെ 9.75 എന്ന പലിശ നിരക്കാണ് ഏറ്റവും കൂടുതൽ വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി പറയുന്നത് റിസർവ് ബാങ്കുമായി ആലോചിച്ചാണ് അത് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിന് വ്യക്തമായ നിയമാവലിയുണ്ട്. അത് പാലിച്ചുകൊണ്ട് റിസർവ് ബാങ്കുമായി ആലോചിച്ച് ആ തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വിമർശനം എന്താണ് അതിനുള്ളത്? 9.75 എന്ന റേറ്റിൽ എടുക്കാൻ മസാല ബോണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഓപ്പൺ മാർക്കറ്റില് ഈ പൈസക്ക് ഈ പലിശക്ക് പണം കിട്ടുന്നുണ്ട്. റുപ്പിയിൽ തന്നെ ഡോളറിന്റെ ആവശ്യമില്ല. അപ്പൊ 9.75 എന്നുള്ളത് 25 കൊല്ലത്തേക്കാണ് എന്നൊരു നേട്ടം ഉണ്ട്, ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ 9.75 ഇല്ലാതെ തന്നെ ഇവിടെ ലോൺ കിട്ടാനുള്ളപ്പോൾ എന്തിന് ലോൺ എടുത്തു? ഉദാഹരണം പറഞ്ഞാൽ റെപ്കോ എന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് ഗവൺമെന്റ് ഈ സൊസൈറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാണ്ട് 400 കോടി രൂപയും വകവെച്ചു കൊടുത്തു. ഗവൺമെന്റ് എടുത്തതല്ല, സൊസൈറ്റി എടുത്തതാണ്. ഒറ്റ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കേരള ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 400 കോടി രൂപയോളം ഗവൺമെന്റ് കയ്യിൽ നിന്ന് കൊടുത്തു. അത്രയും ഉദാരമതിയായ ഒരു ഗവൺമെന്റ് എന്തിനാണ് 9.75 പുറത്തുപോയി മസാല ബോണ്ട് എടുക്കുകയും തങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു കമ്പനിയുമായി, അല്ലെങ്കിൽ ആ കമ്പനിക്ക് നിർണായകമായ സ്റ്റേക്കുള്ള നിർണായകമായിട്ടുള്ള പങ്കുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഇത്രയും ഉയർന്ന റേറ്റിൽ എന്തിനെടുത്തു? ഞാൻ കൃത്യമായി പറയാം, ഇതേ കമ്പനിയിൽ നിന്ന്, ഇനി ലാവലിൽ നിന്ന് തന്നെ ആവട്ടെ, 7%, 6.25% പണം കിട്ടുമെങ്കിൽ എടുക്കുന്നതിൽ തെറ്റില്ല. നോക്കൂ, നമ്മൾ മെട്രോയ്ക്ക് എത്ര ശതമാനത്തിനാണ് എടുത്തത്? ജപ്പാനിലെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന, ശ്രീധരേട്ടൻ എടുക്കുന്ന പണം എന്ന് പറയുന്നത് 2%, 2.5%, 1.5%. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ജപ്പാനെ പോലുള്ള വലിയ കമ്പനികൾ, ആ കമ്പനികൾ നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി നമ്മളവരിൽ നിന്നാണല്ലോ പണ്ടെടുത്തിട്ടുള്ളത്. അതൊക്കെ 2-2.5% ഡോളറിന്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും 9.25% അതെത്താൻ പോകുന്നില്ല. ഇതിനേക്കാളും നീണ്ട കാലാവധി അവർക്കുണ്ട്. അതുകൊണ്ട് ഈ എടുത്തത് കിഫ്ബിക്ക് കണ്ടമാനം ബാധ്യത വന്നു, അതാണ് വിഷയം. കിഫ്ബി കണ്ണം കൂട്ടി പ്രോജക്റ്റുകൾ എടുത്തു. ആ പ്രോജക്റ്റുകൾക്ക് ഫൈനാൻസ് ചെയ്യാൻ പണമില്ല. ഇത് കിഫ്ബിക്കെതിരായി ഞാൻ വളരെ ഗൗരവമായി ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. ആ പണം ഇപ്പൊ ഫൈനാൻസ് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് കിട്ടിയ പണം വാങ്ങിച്ചേ പറ്റൂ എന്ന ഗതികേടിൽ കൂടി കിഫ്ബി മാനേജേഴ്സ് എത്തിയിരിക്കുകയാണ്. സാധാരണ റോഡ് പണികൾ മുതൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ലൈറ്റ്, LED ലൈറ്റ് വാങ്ങിക്കാൻ വരെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും പണം കൊടുക്കുമെന്ന് ബജറ്റിൽ പ്രസംഗിച്ച ആളാണ് തോമസ് ഐസക്. അതുകൊണ്ട് കിഫ്ബിയുടെ ലക്ഷ്യം തെറ്റി, കിഫ്ബിയുടെ നിക്ഷേപ സമാഹരണ ലക്ഷ്യവും തെറ്റി എന്നതാണ് ചുരുക്കം. ഇവിടെ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. ഈ SNC ലാവലിന്റെ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റി ദുരൂഹതയുണ്ടാക്കാനും ആരോപണം ഉന്നയിക്കാനുമാണ് പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ ശ്രമിച്ചിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ തന്നെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ്. അത് പര്യാപ്തമല്ല എന്നതാണോ താങ്കളുടെ നിലപാട്?
അയ്യോ, ഞാനിപ്പോ താങ്കളുടെ ഈ ടി.വിയിൽ കൂടെ കേട്ട ഈ അദ്ദേഹത്തിന്റെ മറുപടി വാസ്തവത്തിൽ എന്റെ ചുണ്ടിൽ ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് നീരവ് മോദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കടമെടുത്താൽ നമ്മൾ നീരവ് മോദിയുടെ ആളാകുമോ എന്ന ചോദ്യം ബാലിശമല്ലേ? ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി വേണം. എന്തിന് 9.75? 2100 കോടി രൂപ കിട്ടാൻ എന്തിന് 9.75 എന്നുള്ള ഉയർന്ന പലിശ? ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 9% പ്രൈമറി ബാങ്കിന് കൊടുക്കുന്നത്, 8.25% കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രൈമറി CP ജോൺ ആണ് ആസൂത്രണ ബോർഡ് മുൻ അംഗം ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ടെലിഫോൺ ലൈനിൽ കട്ടായിരിക്കുന്നു. അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കാം. മലപ്പുറത്തു നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, അവിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ടിനെതിരായ എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ചെയ്തത്. അതിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇപ്രകാരമാണ്. കിഫ്ബി നേരിട്ട് വിലപേശിയല്ല ഫണ്ട് ലഭ്യമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ CDPQ എന്ന കമ്പനിയുമായി വിലപേശിയല്ല കിഫ്ബി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത്. ഈ മസാല ബോണ്ടുകൾ ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചത്. ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഈ CDPQവും കിഫ്ബിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം CDPQ കമ്പനിയാണ് ലാവ്ലിൻ 20% ഓഹരി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. എന്നാൽ അത്തരത്തിൽ ഒരു കാര്യം ഇതിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് പിണറായി വിജയൻ ഉദാഹരണ സഹിതമാണ് വിശദീകരിച്ചത്. അതായത് നീരവ് മോദിക്ക് SBI ആണ് പണം കടം കൊടുത്തത്, കോടികൾ കടം കൊടുത്തത് SBI ആണ്. ആ SBIയിൽ നിന്ന് നമ്മൾ പണം കടം വാങ്ങുന്നത് നീരവ് മോദിയിൽ നിന്ന് കടം വാങ്ങുന്നതിന് തുല്യമാകുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇത് സംബന്ധിച്ച് ആസ്തിയെ സംബന്ധിച്ച് CDPQവിന്റെ ആസ്തിയെ സംബന്ധിച്ചും ഉള്ള സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. $300 മില്യൺ ആസ്തിയുള്ള കമ്പനിയാണ് CDPQ. അനുമോദ് തുടരുക. ഇപ്പോൾ ശ്രീ KN ഹരിലാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KN ഹരിലാൽ, കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ പോലും എന്തുകൊണ്ട് ഈ ഉയർന്ന പലിശ എന്നതിന് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കിഫ്ബിയുടെ തന്നെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇങ്ങനെ കടപ്പത്രം മുഖേന പണം സ്വരൂപിക്കുമ്പോൾ എത്രയാണ് പലിശ നിരക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് ഏജൻസികൾ കടപ്പത്രം പുറപ്പെടുവിച്ച് പണം ശേഖരിക്കുമ്പോൾ അവർ കൊടുക്കേണ്ടി വരുന്ന പലിശയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറഞ്ഞ പലിശയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിന്റെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയുമായി ബന്ധപ്പെട്ട് അവരിറക്കിയിരിക്കുന്ന കടപ്പത്രം, അതിന്റെയൊക്കെ പലിശ നിരക്ക് ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ആ നിരക്ക് നോക്കുമ്പോൾ വളരെ ഭേദപ്പെട്ട നിരക്കിൽ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ വിഭവം സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വർത്തമാനമാണ്, പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെയും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ CDPQവും SNC ലാവലിനും തമ്മിലുള്ള ബന്ധം ഒരു വലിയ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ് SNC ലാവലിൻ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സ്ഥാപനം, അതുമായി എങ്ങനെ ഈ മസാല ബോണ്ടിന്റെ വിപണനം എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനെ നീരവ് മോദിയും SBIയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മളോടൊപ്പം സംസാരിച്ച CP ജോൺ അത് പരിഹാസ്യമാണ് എന്നുള്ള രീതിയിലാണ് ആ ഉദാഹരണത്തെ ചൂണ്ടിക്കാട്ടിയത്. കാരണം 20% ഓഹരി പങ്കാളിത്തം കൂടി ഉള്ള ഒരു സ്ഥാപനമാണ് ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന സ്ഥാപനം. അത് ഓഹരി പങ്കാളിത്തം എന്നുകൂടി വരുമ്പോൾ നീരവ് മോദിയുടെ ഉദാഹരണം അതിന് പ്രാപ്തമല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ വളരെ ബാലിശമായ, അതായത് ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച എല്ലാ ചർച്ചയും അവസാനിക്കും. ഇവിടെ എന്താണ് പ്രശ്നം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് വായ്പ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് പണം മൊബിലൈസ് ചെയ്യുന്നു. ആ പണം അവർ തന്നു കഴിഞ്ഞു. നമുക്ക് അവരോടുള്ള ആകെപ്പാടെയുള്ള ബാധ്യത
ആ കടത്തിന്റെ പീരീഡ് ആവുമ്പോ അത് തിരിച്ചു കൊടുക്കണം ഈ പലിശയ്ക്ക് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. ആ കമ്പനി ഇത് പിന്നെ കനേഡിയൻ കമ്പനി പെൻഷൻ ഫണ്ടാണ്. അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. അത് രാജ്യത്തെ നിയമപ്രകാരം ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺവെൻഷൻസ് പ്രകാരം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ കമ്പനി ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് കടപ്പത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതെല്ലാം കമ്പനികളിലാണ് ഈ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒട്ടും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. SNC ലാവലിന്റെ ഷെയറും അവർ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പോ നമ്മുടെ LIC ലോകത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ കമ്പനികളിൽ ഷെയർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പോ കിഫ്ബിയുടെ കടപ്പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ കടപ്പത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും അതിന്റെ പ്രാഥമിക കാര്യങ്ങളെങ്കിലും അറിയാവുന്ന ആൾക്കാർ ഉന്നയിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ KN ഹരിലാൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ ശിവദാസൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ ശിവദാസൻ നായർ, പ്രതിപക്ഷ ആരോപണങ്ങൾ എല്ലാം മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. അക്കമിട്ട് ഓരോന്നിനും മറുപടി നൽകിയിരിക്കുന്നു. പലിശ നിരക്ക് തീരുമാനിച്ചത് RBIയുമായി ആലോചിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റാരോപണങ്ങളും അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ് എന്നാണല്ലോ നിങ്ങൾ ആരോപിച്ചു വന്നിരുന്നത്. അദ്ദേഹം മൗനം വെടിഞ്ഞ് എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞിരിക്കുന്നു. അത് സ്വീകാര്യമാണ്? ഇത് മുഖ്യമന്ത്രി സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണ്. 9.72 ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. 9.72% റേറ്റിന് ഇങ്ങനെ പണം കടമെടുക്കുന്നത് ലാഭകരമാണ് എന്ന് മുഖ്യമന്ത്രിയല്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. നമ്മളുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് 9.72-നേക്കാട്ടിൽ എത്രയോ താഴെയാണിപ്പോ. നമ്മൾ കടപ്പത്രം എടുക്കുമ്പോൾ ഏറ്റവും ലാഭകരമായി വേണ്ട എടുക്കാൻ. ആ ഏറ്റവും ലാഭകരമായി എടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ധൃതി പിടിച്ച് 9.72 ഇൻട്രസ്റ്റ് റേറ്റിന് പണം കടമെടുക്കേണ്ട ആവശ്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പൊതുവായി കടമെടുക്കുന്നതിന്റെ ആ ഒരു ലിമിറ്റിനപ്പുറത്താണ് ഈ 2200 ആണെങ്കിലും 2700 കോടിയാണെങ്കിലും കിഫ്ബിക്ക് എടുക്കുന്നത്. അതായത് കിഫ്ബി കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം നമ്മുടെ പൊതുക്കടത്തിലെ ബാധിക്കുന്നില്ല, പൊതുക്കടത്തിന് പുറത്താണ്. അങ്ങനെ പൊതുക്കടത്തിന് പുറത്ത് വീണ്ടും കടമെടുക്കുന്നതിനുള്ള ഒരു വഴിയാണിത്. പക്ഷേ ആ കടമെടുക്കുന്നത് 9.72% ആണ്. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന് ആവശ്യമുള്ള പണം ഇതിനെക്കാട്ടിൽ കുറഞ്ഞ പലിശക്ക് നൽകാൻ സഹകരണ സ്ഥാപനങ്ങളുണ്ട്, ബാങ്കുകളുണ്ട്. ആ പണം ഒന്നും എടുക്കാതെ വലിയ പലിശക്ക് ഒരു SNC ലാവലിനുമായി ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്നും വലിയ പലിശക്ക് ഈ കടമെടുക്കുന്നത് ഒരു വലിയ അഴിമതിയുടെ ഫ്ലഡ് ഗേറ്റ് തുറക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനകത്ത് താത്വികമായി എന്തെല്ലാം കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അതിനകത്തെ അഴിമതി നാളെ പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. ഈ വിഷയം അപ്പോൾ ഈ പ്രചരണ രംഗത്തും മറ്റും സജീവമാക്കി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തീർച്ചയായും ഇത് അറിയണമല്ലോ. SNC ലാവലിനുമായിട്ടുള്ള ബന്ധം ഇനിയും വിടാൻ പിണറായി വിജയൻ തയ്യാറല്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞത് കനേഡിയൻ കമ്പനിയായ SNC ലാവലിനുമായി അവിശുദ്ധ ബന്ധം ഉണ്ടായിരുന്നു. ആ അവിശുദ്ധ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ഭീമമായ നഷ്ടമുണ്ടായി, ഗവൺമെന്റിന് നഷ്ടമുണ്ടായി എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. ആ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ആ കമ്പനിയിൽ 20% ഷെയറുള്ള ഒരു കമ്പനിക്ക് വീണ്ടും വലിയ 9.72% ഇൻട്രസ്റ്റ് റേറ്റിന് വായ്പ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ, കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. വളരെ നന്ദി ശ്രീ കെ ശിവദാസൻ നായർ ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മറുപടി പര്യാപ്തമല്ല എന്നതാണ് അവരുടെ നിലപാട്.